പതിവായി ചെക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊഫൈലുകളുണ്ട്. വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി എഴുതുന്നവർ, അതുപോലെ തന്നെ തമാശ രൂപത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നവർ, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രൊഫൈലുകൾ പതിവായി ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ നിരന്തരം ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ് ഭാസ്കരൻ നായർ അജയൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ. ഇന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തെക്കുറിച്ചും ഒപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ചുമാണ്. എന്തായാലും ഞാൻ ആ പോസ്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് പോകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ലോകത്ത് നടന്ന 2 സംഭവങ്ങളുടെ വീഡിയോകളാണ് താഴെ. ഒന്ന് നമ്മുടെ PM മോദിയുടേതും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടേതും. വീഡിയോ 2, പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ. വേഷത്തിന് വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ വിമാനത്താവളത്തിലുള്ള തണുപ്പ് ജർമ്മനിയിലില്ല കേട്ടോ. തണുപ്പ് വസ്ത്രമായ സ്വെറ്ററാണ് ഞാൻ യാത്ര. ഇന്ത്യയിൽ ടീഷർട്ടും ഇട്ട് നടന്ന ആളാണ്. ഇനി വീഡിയോ ഒന്ന് നോക്കുക. എത്യോപ്യ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദി. കൂടാതെ നമ്മുടെ സ്വന്തം പ്രൈം മിനിസ്റ്റർ മോദി ഇനി മുതൽ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ. എത്യോപ്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള അസാധാരണ സംഭാവനകൾക്കും ആഗോള രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ ദീർഘവീക്ഷണമുള്ള നേതൃത്വ വ്യക്തി എന്ന നിലയ്ക്കുമാണ് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. ഒരു ചായക്കടക്കാരന്റെ മകൻ, മുതുമുത്തച്ഛൻ, അച്ഛൻ, അമ്മ, അച്ഛൻ എന്നിവർ പ്രധാനമന്ത്രിയായ കുടുംബത്തിൽ ജനിച്ചു. വീഡിയോ 2, ജന്മന ജായതേ ജന്തു കർമ്മണ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ. ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജന്മം കൊണ്ടൊരു ജന്തുവായി ജനിക്കുന്നു, കർമ്മം കൊണ്ട് ദ്വിജൻ, അവൻ ജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനാകുന്നു. ശൂദ്രോബി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത്, ബ്രഹ്മനോബി ക്രിയാഹീന ശൂദ്രാത് പൈതൃ വരോ ഭവേത്. ഇതാണ് ശാസ്ത്രം. ശൂദ്രൻ ശീലസമ്പന്നനായി മാറിയാൽ ബ്രാഹ്മണനാകാം, ബ്രാഹ്മണർ കർമ്മഹീനനായാൽ ശൂദ്രനായി നിപതിക്കുന്നു. ഇനി സ്വയം ചിന്തിക്കൂ. ഇങ്ങനെയാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് പൂർണ്ണമായും പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കുകയില്ല. എന്നാലും സാധിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ 2 തലത്തിൽ നിൽക്കുന്ന 2 വ്യക്തികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും എന്നത് അദ്ദേഹം ഉദാഹരണ സഹിതം കാണിച്ചിരിക്കുകയാണ്. പലയിടത്തും ഷോ ഓഫ് ആണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് എന്നതും, എന്നാൽ താൻ ചെയ്യുന്നതിൽ എന്തിലും ആത്മാർത്ഥത പ്രതിഫലിക്കുന്നതാണ് മോദിയുടെ ഓരോ പ്രവൃത്തിയും എന്ന് തന്നെയാണ് ശ്രീ ഭാസ്കരൻ നായർ അജയൻ തൻ്റെ ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതി നേടുന്ന ആദ്യ രാഷ്ട്ര തലവനാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി. ദ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യൻ എന്ന ബഹുമതിയാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി മോദിക്ക് സമ്മാനിച്ചത്. ഇതോടെ എത്യോപ്യയുടെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്ര തലവനായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിക്ക് ലഭിക്കുന്ന 28ാമത് വിദേശ പുരസ്കാരമാണ് എത്യോപ്യയുടെ പരമോന്നത ബഹുമതി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായുള്ള എത്യോപ്യൻ സന്ദർശനം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ പുരസ്കാരം മോദി ഏറ്റുവാങ്ങിയത്. എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം മോദിക്ക് സമ്മാനിച്ചത്. ലോകത്തിലെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ ഒരു നാഗരികതയിൽ നിന്ന് ആദരിക്കപ്പെടാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനകരമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോദി പ്രതികരിച്ചു. ബഹുമതി നൽകിയതിന് എത്യോപ്യയിലെ ജനങ്ങൾക്കും സർക്കാരിനും പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിക്കും നന്ദി. വർഷങ്ങളായി രാജ്യ പങ്കാളിത്തത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത എണ്ണമറ്റ ഇന്ത്യക്കാർക്കുള്ളതാണ് ഈ ബഹുമതി. ആഗോളതലത്തിൽ വളർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടുന്നതിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എത്യോപ്യയുമായി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ഒപ്പം വന്ദേമാതരത്തിന് ലഭിച്ച സ്വീകാര്യതയിലും മോദി സന്തുഷ്ടനായി. ന്യൂസ് ഡെസ്ക് കർമാൻസ്.